നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിവുള്ള ശനിക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിന്ന് ഗുരുക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് 2025 മാർച്ച് 29 രാത്രി 10:39 പ്രവേശിക്കുന്നു. മീനൻ രാശി ശനിയുടെ സമക്ഷേത്രവും കുംഭൻ രാശി ശനിയുടെ സ്വക്ഷേത്രവുമാണ്. ശനി മീനൻ രാശിയിൽ 2027 ജൂൺ മാസം 2-ാം തീയതി വരെ സ്ഥിതി ചെയ്യും. ജൂൺ 3-ാം തീയതി മേടൻ രാശിയിലേക്ക് സഞ്ചരിക്കും. ജനിച്ച കൂറിൻ്റെ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് കണ്ടകശനി കാലമെന്നും, ജനിച്ച കൂറിലും അതിൻ്റെ 12-ലും അതിൻ്റെ 2-ലും ശനി സഞ്ചരിക്കുന്ന സമയത്ത് 7.5 ശനി കാലമെന്നും, ജന്മരാശിയുടെ 8-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെ അഷ്ടമശനി എന്ന് പറയുന്നു. 2025 മാർച്ച് 29 കുംഭൻ രാശിക്കാർക്ക് 7.5 ശനിയുടെ 3-ാം ഘട്ടവും മീനൻ രാശിക്കാർക്ക് ജന്മശനി കാലവും ആരംഭിക്കും. മേടൻ രാശിക്കാർക്ക് 7.5 ശനിയുടെ ആരംഭവുമായിരിക്കും. കൂടാതെ മിഥുനം, കന്നി, ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനിയും ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനിയും അനുഭവത്തിൽ വരും. ശനി ചാരവശാൽ അനിഷ്ടഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന സമയം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് കർമ്മ മേഖലയിലായിരിക്കും. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിൽ സ്വീകരിക്കണമെന്ന് തോന്നിയാൽ അത് വളരെ ചിന്തിച്ച് മാത്രമേ ചെയ്യാവൂ. ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ശനിദോഷം വളരെ ചെറിയ രീതിയിൽ കടന്നു പോവുകയുള്ളൂ. ശനി ജാതകത്തിൽ തുലാൻ രാശിയിൽ ഉച്ചനായി നിൽക്കുന്നവർ, മേടൻ രാശിയിൽ നീചഭംഗം ചെയ്ത് നിൽക്കുന്നവർ, ഇവർക്കൊക്കെ ശനിദോഷം വളരെ കുറവായിട്ട് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. ജാതകത്തിൽ ശനിദശയിൽ ശനിയുടെ അപഹാരം നടക്കുന്നവർക്ക് ശനിദോഷം കൂടുതലായി അനുഭവപ്പെടും. ശനിയുടെ ഈ രാശിമാറ്റം കൊണ്ട് ഏതൊക്കെ രാശിക്കാർക്ക് ഗുണദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. മിഥുന, കർക്കിടകം എന്നീ രാശികളുടെ ഫലമാണ് ഞാൻ താഴെ പറയുന്നത്. മിഥുനൻ രാശി മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിയുടെ ഭാഗ്യഭാവാധിപനായ ശനി 2025 മാർച്ച് 29 മിഥുനത്തിൻ്റെ കർമ്മഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. മീനൻ രാശിയിലേക്ക് 10-ാം ഭാവത്തിലേക്ക് രാശി മാറുന്ന ശനി കർമ്മ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നു. 10-ൽ സഞ്ചരിക്കുന്ന ശനിയെ കണ്ടകശനി എന്ന് പറയുന്നു. ചന്ദ്രക്കൂറിൻ്റെ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ശനി സഞ്ചരിച്ചാൽ അതിനെ കണ്ടകശനി എന്ന് പറയും. ശനി ഇവിടെ 2.5 വർഷം സ്ഥിതി ചെയ്യും. ഈ 2.5 വർഷം കർമ്മ മേഖലയിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. തൊഴിൽ തടസ്സങ്ങളും സഹപ്രവർത്തകരുമായി തർക്കങ്ങളും ഉണ്ടാകാം. തൊഴിൽ സ്ഥലത്ത് സുഖകരമായ ഒരു അന്തരീക്ഷം ആയിരിക്കുകയില്ല. ശത്രുക്കൾ ശക്തരാകും. അധികാരികളുടെ അപ്രീതി ഉണ്ടാകാം. ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലത ലഭിക്കുകയില്ല. മാനഹാനി, മനക്ലേശം എന്നിവയുണ്ടാകാം. നിത്യതൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ തടസ്സവും ഉണ്ടാകാം. സ്ഥാനഭ്രംശവും അലച്ചിലും ഉണ്ടാകും. ഭൂമി ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരാം. ശനി മിഥുനൻ രാശിയുടെ അഷ്ടമാധിപൻ കൂടിയാണ്. അഷ്ടമാധിപൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അലസത ഉണ്ടാകുന്ന സമയമാണിത്. ഉദ്യോഗാർത്ഥികളെയും പ്രതികൂലമായി ബാധിക്കും ഈ കാര്യങ്ങൾ. ഭാഗ്യഭാവാധിപൻ അനിഷ്ടഭാവത്തിൽ നിന്നാൽ ഭാഗ്യക്കുറവുണ്ടാകും. ഈ സമയത്ത് മോശമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകരുത്, സൂക്ഷിക്കണം. 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ജന്മത്തിലേക്ക് രാശി മാറുന്നു. ജന്മഗുരു വലിയ ഗുണങ്ങൾ നൽകുന്നില്ലെങ്കിലും 12-ലെ ഗുരുവിൻ്റെ സ്ഥിതിയേക്കാൾ മെച്ചമാണ് ജന്മത്തിലെ ഗുരുവിൻ്റെ സ്ഥിതി. ഈ സമയത്തെ വീട് പണിക്കൊക്കെ പണച്ചെലവുകൾ ഉണ്ടാകുന്ന സമയമാണ്. ധാരാളം അലച്ചിലുകളും ഉണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും. 2025 മെയ് 18 കേതു 3-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ഇത് ഗുണഫലങ്ങളാണ് നൽകുന്നത്. സുഖവും ധനലാഭവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഈ സമയത്ത് സ്ഥിര ജോലി ചെയ്യുന്നവർ അവിടെ നിന്നും മാറാൻ ശ്രമിക്കരുത്.
അതുപോലെ തന്നെ വീട്, വാഹനം, ഭൂമി എന്നിവയുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നതും നല്ലതല്ല. വലിയ ലാഭം ലഭിക്കുകയില്ല. മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് പരിഹാരമായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് നല്ലത്. ശനിയാഴ്ച തോറും അയ്യപ്പനെ നീരാഞ്ജനവും നടത്തുക. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. അടുത്തതായി കർക്കിടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. കളത്രഭാവാധിപനും അഷ്ടമാധിപനുമായ ശനി കർക്കിടകത്തിൻ്റെ ഭാഗ്യഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇത് കളത്രഭാവത്തിനും അഷ്ടമഭാവത്തിനും പ്രതികൂലമായ ഫലങ്ങൾ നൽകും. 5 വർഷമായി കണ്ടകശനിയും അഷ്ടമശനിയും നൽകിയ ശാരീരിക, മാനസിക, സാമ്പത്തിക ക്ലേശങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ശനി 2025 മാർച്ച് 29 മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നത്. കലഹങ്ങളും സന്താന ദുഃഖവും അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതവും എല്ലാ കാര്യങ്ങളിലും തടസ്സവും പങ്കാളിയുമായി അകൽച്ചയും കടബാധ്യതകളുമായിരുന്നു 5 വർഷം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. 2025 മാർച്ച് 29 ശേഷം ഈ പ്രയാസങ്ങളെല്ലാം നിങ്ങൾക്ക് മാറാൻ തുടങ്ങുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നവർക്ക് തൊഴിൽ തിരികെ ലഭിക്കും. അകന്നിരുന്ന ദമ്പതികൾ ഒന്നിക്കും. ഉപരിപഠനം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും അത് ആരംഭിക്കാൻ കഴിയും. സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നവർക്ക് അനുകൂല ഫലങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകളും ശമ്പള വർധനവും ലഭിക്കും. സന്താനയോഗവും കുടുംബസുഖവും ഉണ്ടാകും. നഷ്ടപ്പെട്ടിരുന്ന പണം ചോദിക്കാതെ തന്നെ കയ്യിൽ വന്നു ചേരും. ദൈവാധീനം കൂടും. കൂടാതെ 1 വർഷമായി 11ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ഗുരു 2025 മെയ് 14 കർക്കിടകത്തിൻ്റെ 12ാം രാശിയിലേക്ക് രാശി മാറുന്നു. 12ലെ ഗുരു അത്ര നല്ല ഫലങ്ങൾ അല്ല നൽകുന്നത്. ചിലവുകൾ കൂട്ടും. എന്നാൽ മെയ് 18 രാശി മാറുന്ന രാഹുകേതുക്കളും അനുകൂലരല്ല. ആയതിനാൽ ഈ ഗ്രഹങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യണം. ഗുരുപ്രീതിക്ക് വേണ്ടി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക. രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തണം. ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും നടത്തുന്നത് ഗുണപ്രദമായിരിക്കും. ജാതകത്തിൽ ശനി നിങ്ങൾക്ക് ബലവാനാണെങ്കിൽ മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾക്ക് വളരെ കുറവുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ജാതകം കൂടി പരിശോധിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.